നിർത്തുന്നു. ശരിയായ സജ്ജീകരണത്തിലൂടെ നിങ്ങൾക്ക് ഒരു 1.5 വി ബാറ്ററിയിൽ നിന്ന് ആയിരക്കണക്കിന് വോൾട്ട് പോലും വലിച്ചെടുക്കാൻ കഴിയും. ഇതിന് വേണ്ടത് 3 ലളിതമായ ഭാഗങ്ങൾ മാത്രമാണ്: ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, 2 സ്ഥാനങ്ങൾക്കിടയിൽ ഫ്ലിപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വിച്ച്. അത്രമാത്രം. ഈ 3 എണ്ണം മാത്രമാണ് ഒരു ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാമ്പ്. ഒരു ലളിതമായ സാമ്യത ഉപയോഗിച്ച് നമുക്ക് ഈ ആശയം ദൃശ്യമാക്കാം. പരമാവധി 10 പാസ്കൽ മർദ്ദത്തിലേക്ക് വെള്ളം തള്ളാൻ കഴിയുന്ന ഒരു ചെറിയ വാട്ടർ പമ്പ് സങ്കൽപ്പിക്കുക. ഈ പമ്പ് ഒരു വെയ്റ്റഡ് പിസ്റ്റണുള്ള ഒരു സിലിണ്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വെള്ളം ഒഴുകുമ്പോൾ പിസ്റ്റൺ ഉയരുന്നു. അത് ഉയരുന്തോറും അതിനിടയിലുള്ള മർദ്ദം വർദ്ധിക്കും. എന്നാൽ പിസ്റ്റണിന്റെ എതിർ ശക്തി പമ്പിന്റെ പരിധിയുമായി പൊരുത്തപ്പെടുമ്പോൾ 10 പാസ്കലുകൾ പമ്പിന് കൂടുതൽ മുകളിലേക്ക് തള്ളാൻ കഴിയില്ല. മോട്ടോർ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ കൂടുതൽ വെള്ളം പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇതാ പസിൽ. പമ്പ് മാറ്റാതെ നമുക്ക് എങ്ങനെ അതേ ഭാരം കൂടുതൽ മുകളിലേക്ക് ഉയർത്താൻ കഴിയും? എന്തെങ്കിലും ഊഹമുണ്ടോ? ഒരു ഭാരമേറിയ ഫ്ലൈ വീലിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ജലചക്രം ചേർത്താലോ? നമുക്ക് അത് വിശകലനം ചെയ്യാം. ആദ്യം, ഫ്ലൈ വീൽ ജലപാതയെ തടയുന്നു. കറങ്ങാൻ തുടങ്ങിയാൽ മാത്രമേ വെള്ളം ഒഴുകാൻ കഴിയൂ. പമ്പ് ആരംഭിക്കുമ്പോൾ ഒഴുക്ക് ചക്രത്തെ ചലനത്തിലേക്ക് തള്ളിവിടുന്നു. അത് വേഗത കൈവരിക്കുമ്പോൾ വെള്ളം പിസ്റ്റണിലെത്തി 10 പാസ്കൽ പരിധിയിലേക്ക് ഉയർത്തുന്നു. രസകരമായ കാര്യം ഇതാ: പമ്പിന് കൂടുതൽ ശക്തമായി തള്ളാൻ കഴിയില്ലെങ്കിലും ഫ്ലൈ വീലിന്റെ സംഭരിച്ചിരിക്കുന്ന ഊർജം ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയും പിസ്റ്റണിലേക്ക് വെള്ളം നിർബന്ധിക്കുകയും ചെയ്യുന്നു. പമ്പിന്റെ സ്വന്തം പരിധിക്കപ്പുറം മർദ്ദം ഉയരുന്നു, ഒരുപക്ഷെ 20 പാസ്കലുകൾ വരെ, ആ സംഭരിച്ചിരിക്കുന്ന ഭ്രമണ ഊർജത്തിൽ നിന്നാണ്. ഫ്ലൈ വീലിന്റെ ആക്കം തീർന്നുകഴിഞ്ഞാൽ പിസ്റ്റൺ വശം ഇപ്പോൾ ഉയർന്ന മർദ്ദം നിലനിർത്തുന്നു. ആ വ്യത്യാസം വെള്ളത്തെ പിന്നിലേക്ക് തള്ളുകയും ചക്രത്തെ എതിർദിശയിലേക്ക് കറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. ചക്രം മറ്റൊരു വഴിക്ക് വേഗത കൂട്ടുന്നു. സമ്മർദ്ദങ്ങൾ സന്തുലിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു. എന്നാൽ ഫ്ലൈ വീൽ കൃത്യമായി സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നില്ല. അത് അതിരുകടക്കുന്നു. അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, പിസ്റ്റണിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തെടുക്കുന്നു, മറുവശത്ത് ഒരു മർദ്ദ വ്യത്യാസം സൃഷ്ടിക്കുന്നു. മർദ്ദം ചക്രത്തെ എതിർ ഘടികാരദിശയിൽ തള്ളിക്കൊണ്ട് നമ്മൾ ആരംഭിച്ച സ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് തുടർച്ചയായ ഒരു ആന്തോളനം ആവർത്തിക്കുന്നു. വെള്ളം മുന്നോട്ടും പിന്നോട്ടും സ്ലോഷ് ചെയ്യുന്നു. കറങ്ങുന്ന ഫ്ലൈ വീലിൽ ഊർജം സംഭരിക്കുകയും പിസ്റ്റണിലേക്ക് വിടുകയും ചെയ്യുന്നു. മുന്നോട്ടും പിന്നോട്ടും ഉള്ള ചലനമാണ് ഒരു ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഹൃദയം. ഉറവിടത്തിന് സ്വന്തമായി നൽകാൻ കഴിയുന്നതിനേക്കാൾ ഉയർന്ന ഔട്ട്പുട്ടിൽ എത്തുന്നതിന് 2 ഘടകങ്ങൾക്കിടയിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം വ്യാപാരം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇതെല്ലാം. ആ ചിത്രം വ്യക്തമാണെന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് അത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് മാപ്പ് ചെയ്യാം. ജല സംവിധാനത്തെ അതിന്റെ ഇലക്ട്രിക്കൽ ഇരട്ടയിലേക്ക് മാറ്റുക. ബാറ്ററി ഒരു സ്ഥിരമായ മർദ്ദ വോൾട്ടേജ് നൽകുന്ന നമ്മുടെ പമ്പാണ്. ഫ്ലൈ വീൽ ഇൻഡക്ടറായി മാറുന്നു, കാന്തിക ക്ഷേത്രത്തിൽ ഊർജം സംഭരിക്കുകയും വൈദ്യുതധാരയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു. വെയ്റ്റഡ് പിസ്റ്റൺ കപ്പാസിറ്ററായി മാറുന്നു, പിസ്റ്റണിന്റെ ഉയരം പോലെ ഉയർന്ന് അതിന്റെ വോൾട്ടേജ് ഉപയോഗിച്ച് വൈദ്യുത ചാർജ് സംഭരിക്കുന്നു. ഈ കഷണങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക, ഊർജം മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ തുടങ്ങുന്നു. കറന്റ് മുകളിലേക്കും താഴേക്കും ചാടുന്നു. കപ്പാസിറ്റർ വോൾട്ടേജ് ഉയരുകയും താഴുകയും ചെയ്യുന്നു. ജല സംവിധാനത്തിൽ ഫ്ലൈ വീൽ ചെയ്തതുപോലെ ഇൻഡക്ടർ ഒഴുക്കിനെ തള്ളുകയും വലിക്കുകയും ചെയ്യുന്നു. സർക്യൂട്ടിലെ കറന്റിനും ഇൻഡക്ടറിലും കപ്പാസിറ്ററിലുമുള്ള വോൾട്ടേജുകൾക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാം. ഇൻഡക്ടറുകളും കപ്പാസിറ്ററുകളും നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മുൻ വീഡിയോകൾ പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ലിങ്കുകൾ വിവരണത്തിലാണ്. പക്ഷേ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന തരത്തിൽ ഒരു ദ്രുത റീക്യാപ്പ് ഇതാ. ഇൻഡക്ടർ ഒരു കാന്തിക ക്ഷേത്രത്തിൽ ഊർജം സംഭരിക്കുകയും ഫ്ലൈ വീൽ ചലനത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളെ പ്രതിരോധിക്കുന്നതുപോലെ വൈദ്യുതധാരയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. കറന്റ് ഒഴുകിക്കഴിഞ്ഞാൽ ആ കറന്റ് വളരെ വേഗത്തിൽ മാറാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. കപ്പാസിറ്റർ വൈദ്യുത ചാർജായി ഊർജം സംഭരിക്കുന്നു. ജലസമ്മർദ്ദം മാറുമ്പോൾ നമ്മുടെ പിസ്റ്റൺ ഉയരുകയും താഴുകയും ചെയ്യുന്നതുപോലെ കറന്റ് അകത്തേക്കോ പുറത്തേക്കോ ഒഴുകുമ്പോൾ അതിന്റെ വോൾട്ടേജ് മാറുന്നു. ആ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ബൂസ്റ്റ് കൺവെർട്ടർ ഈ 2 ഘടകങ്ങളും ആ ചെറിയ ബാറ്ററിയെ വളരെ ഉയർന്ന വോൾട്ടേജ് സ്രോതസ്സാക്കി മാറ്റുന്നതിനുള്ള ഒരു സ്വിച്ചും എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണാൻ ഞങ്ങൾ തയ്യാറാണ്. സാമ്യം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ സജ്ജീകരണത്തിൽ ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഫ്ലൈ വീലിന് പിസ്റ്റണിലേക്ക് കുറച്ച് അധിക വെള്ളം തള്ളാൻ കഴിയുമെങ്കിലും അത് എല്ലായ്പ്പോഴും വേഗത കുറയ്ക്കുകയും വിപരീതമാക്കുകയും ഒടുവിൽ പിസ്റ്റൺ വീണ്ടും താഴേക്ക് വലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് സംഭവിക്കുന്നത് എങ്ങനെ തടയാം?
എല്ലായ്പ്പോഴും പിസ്റ്റൺ ഒഴുകിപ്പോകാൻ അനുവദിക്കുന്നതിനു പകരം എങ്ങനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കും? ഇതാ ഒരു നല്ല തന്ത്രം. വെള്ളത്തിന് ഒരു ബദൽ പാത നൽകിയാലോ? പിസ്റ്റൺ അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ പമ്പിൽ നിന്ന് ഞങ്ങൾ അത് ഹ്രസ്വമായി വിച്ഛേദിക്കുകയും പമ്പും ഫ്ലൈ വീലും മാത്രം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ലൂപ്പിലൂടെ ഒഴുക്ക് പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നു. ആ ലൂപ്പിൽ വെള്ളം പിസ്റ്റൺ ഉയർത്തേണ്ടതില്ല. അത് ഫ്ലൈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ ഊർജം അതിന്റെ ഭ്രമണത്തിലേക്ക് പാക്ക് ചെയ്യുന്നു. ഫ്ലൈ വീൽ ആ ലൂപ്പിൽ സ്വതന്ത്രമായി കറങ്ങുമ്പോൾ അത് വേഗത വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഊർജം സംഭരിക്കുകയും ചെയ്യുന്നു. പിന്നെ അത് പരന്ന നിലയിലേക്ക് പോകുമ്പോൾ നമ്മൾ ലൈൻ പിസ്റ്റണിലേക്ക് വീണ്ടും ബന്ധിപ്പിക്കുന്നു. ഫ്ലൈ വീലിന്റെ ആക്കം ഇപ്പോൾ സിലിണ്ടറിലേക്ക് അധിക വെള്ളം നിർബന്ധിക്കുന്നു, പിസ്റ്റണിനെ മുമ്പത്തേക്കാൾ മുകളിലേക്ക് തള്ളുന്നു. ഫ്ലൈ വീൽ മന്ദഗതിയിലാകാൻ തുടങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചാലുടൻ ഞങ്ങൾ കണക്ഷൻ വീണ്ടും ഇതര പാതയിലേക്ക് തിരിച്ച് പിസ്റ്റൺ പിന്നിലേക്ക് പിടിക്കാതെ വീണ്ടും കറങ്ങാൻ അനുവദിക്കുന്നു. ശരിയായ നിമിഷങ്ങളിൽ ഈ സ്വിച്ചിംഗ് പ്രവർത്തനം ആവർത്തിക്കുന്നതിലൂടെ നമുക്ക് പിസ്റ്റൺ ഓരോ ചുവടും മുകളിലേക്ക് കൂടുതൽ ഉയർത്താൻ കഴിയും. സിദ്ധാന്തത്തിൽ ഇവിടെ യഥാർത്ഥ പരിധിയില്ല. നമുക്ക് അവിശ്വസനീയമാംവിധം ഭാരമുള്ള ഭാരം ഉയർത്താനോ പമ്പിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വളരെ ഉയർന്ന മർദ്ദം കൈവരിക്കാനോ കഴിയും. പമ്പിന്റെ അന്തർനിർമ്മിത മർദ്ദ പരിധി ഇനി പ്രധാനമല്ല. ഫ്ലൈ വീലിന്റെ സംഭരിച്ച ഊർജ്ജമാണ് പരിധി നിശ്ചയിക്കുന്നത്. ആ ഫ്ലൈ വീലിലേക്ക് നമുക്ക് കൂടുതൽ ഊർജ്ജം പാക്ക് ചെയ്യാൻ കഴിയുന്തോറും ഓരോ സൈക്കിളിലും നമുക്ക് പിസ്റ്റൺ കൂടുതൽ ഓടിക്കാൻ കഴിയും. നിങ്ങൾ ഇത്രയും ദൂരം സാമ്യം പിന്തുടർന്നാൽ ഒരു യഥാർത്ഥ ബൂസ്റ്റ് കൺവെർട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വാതിൽപ്പടിയിലാണ് നിങ്ങൾ. സ്വിച്ച് ആണ് യഥാർത്ഥ താക്കോൽ. ശരിയായ നിമിഷങ്ങളിൽ ഫ്ലിപ്പ് ചെയ്യുന്നതിലൂടെ അത് ഇൻഡക്ടറിന്റെ കറന്റ് ഒരു ദിശയിലേക്ക് ഒഴുകുന്നു, കൂടാതെ സർക്യൂട്ടിനെ ബാറ്ററിയുടേതിന് അപ്പുറമുള്ള വോൾട്ടേജുകളിലേക്ക് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്നു, ചിലപ്പോൾ ആയിരക്കണക്കിന് വരെ. ഓരോ സൈക്കിളും ഇൻപുട്ട് വോൾട്ടേജിന്റെ ഒരു ഘട്ടം കൂടി ചേർക്കുന്നു. ഇൻഡക്ടർ ഊർജ്ജം ഡംപ് ചെയ്യുക മാത്രമല്ല, കപ്പാസിറ്ററിലേക്ക് അധിക കറന്റ് തള്ളാൻ ഇത് ബാറ്ററിയുമായി സഹകരിക്കുന്നു, ഉറവിടത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉയർന്ന വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നു. ഇൻഡക്ടറിൽ സ്റ്റോർ എനർജി തീർന്നു പോകുമ്പോൾ സ്വിച്ച് അതിനെ ബാറ്ററിയുമായി വീണ്ടും ബന്ധിപ്പിക്കുന്നു, കൂടാതെ സൈക്കിൾ ആവർത്തിക്കുന്നു, ഓരോ തവണയും കപ്പാസിറ്ററിനെ അല്പം കൂടുതൽ കുലുക്കുന്നു. ഇത്രയും സാമ്യങ്ങൾക്ക് ശേഷം ഒരു ഇൻഡക്ടർ, കപ്പാസിറ്റർ, സ്വിച്ച് എന്നിവ ഉപയോഗിച്ച് ഒരു DC വോൾട്ടേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ഉടനീളമുള്ള കറന്റും വോൾട്ടേജും നമ്മൾ പ്ലോട്ട് ചെയ്താൽ കഥ കൂടുതൽ വ്യക്തമാകും. ഇൻഡക്ടർ ഊർജ്ജസ്വലമാക്കുകയും പിന്നീട് കപ്പാസിറ്ററുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അതിന്റെ കറന്റ് ഒരേ ദിശയിൽ പ്രവഹിക്കാൻ ആവശ്യമായ വോൾട്ടേജ് സൃഷ്ടിക്കുന്നു. അതാണ് പ്രധാന ആശയം. ബാറ്ററിക്ക് ഇനി ഒരു കറന്റിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തതിനാൽ ഇൻഡക്ടർ പുറത്തുവിടുന്നില്ല. അതിന്റെ കാന്തിക ക്ഷേത്രം തകരുമ്പോൾ അത് കറന്റ് തുടരാൻ നിർബന്ധിക്കുന്നു, അതിനർത്ഥം ബാറ്ററിയേക്കാൾ ഉയർന്ന വോൾട്ടേജ് സൃഷ്ടിക്കുകയാണെങ്കിലും. ഇത് സംഭവിക്കുമ്പോഴെല്ലാം കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് മറ്റൊരു പടി കൂടി ഉയരുകയും ഇൻഡക്ടറിലുടനീളമുള്ള റിവേഴ്സ് വോൾട്ടേജ് അതിനൊപ്പം ഉയരുകയും ചെയ്യുന്നു. ഇത് ഇപ്പോഴും അല്പം അമൂർത്തമായി തോന്നുന്നുണ്ടെങ്കിൽ അത് സാധാരണമാണ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇൻഡക്ടറിൽ കറന്റ് ബിൽഡ് ചെയ്യുന്നു, കപ്പാസിറ്ററിൽ വോൾട്ടേജ് ഉയരുന്നു, സ്വിച്ച് അവയ്ക്കിടയിൽ നിരന്തരം ഊർജ്ജം നയിക്കുന്നു. ഇതിന് 2 റീപ്ലേകൾ വേണ്ടി വന്നേക്കാം, പക്ഷേ കഷണങ്ങൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബൂസ്റ്റ് കൺവെർട്ടറിന്റെ സ്വഭാവം പൂർണ്ണമായും സ്വാഭാവികമാണെന്ന് തോന്നുന്നു. കൂടുതൽ മുന്നോട്ട് പോകുന്നതിനു മുമ്പ് ഇൻഡക്ടറുകളെക്കുറിച്ച് ഒരു ദ്രുത റിഫ്രഷർ ചെയ്യാം. ഇൻഡക്ടറുകളെയും കപ്പാസിറ്ററുകളെയും കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലെങ്കിൽ ഞങ്ങളുടെ മുൻ വീഡിയോകൾ പരിശോധിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. ലിങ്കുകൾ വിവരണത്തിലാണ്. പ്രധാന ആശയം ഇതാ: ഒരു ഇൻഡക്ടർ അതിലൂടെയുള്ള കറന്റ് മാറുമ്പോൾ മാത്രമേ അതിൽ ഉടനീളം ഒരു വോൾട്ടേജ് സൃഷ്ടിക്കുന്നുള്ളൂ. കറന്റ് പൂർണ്ണമായും സ്ഥിരതയുള്ളതാണെങ്കിൽ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് 0ലേക്ക് താഴുകയും അത് ഒരു സാധാരണ വയർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഒരു ഇൻഡക്ടറിൽ ഒരു സ്ഥിരമായ വോൾട്ടേജ് പ്രയോഗിച്ചാൽ കറന്റ് സ്ഥിരമായി തുടരാൻ കഴിയില്ല. അത് ഒരു നേർരേഖയിൽ മുകളിലേക്കോ താഴേക്കോ റാമ്പ് ചെയ്യുന്നു, ആ വോൾട്ടേജിന്റെ ദിശയെയും വലുപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു സ്ഥിരമായ നിരക്കിൽ മാറുന്നു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ സ്വഭാവം മനസ്സിൽ വയ്ക്കുക. ഒരു ബൂസ്റ്റ് കൺവെർട്ടർ ഊർജ്ജം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, റീഡയറക്ട് ചെയ്യുന്നു എന്നതിന്റെ മൂലക്കല്ലാണ് ഇത്. ഇനി രസകരമായ ഭാഗത്തേക്ക് കടക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ സ്ഥിരതയുള്ളതായി നിലനിർത്തുന്നു? നമ്മൾ തുടർച്ചയായി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഉയർന്ന പരിധിയില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു. പക്ഷേ നമുക്ക് 40 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് പ്രശ്നം. നമ്മൾ സ്വിച്ച് ആ സ്ഥാനത്ത് വെച്ചാൽ ഇൻഡക്ടർ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. കപ്പാസിറ്റർ 40 വോൾട്ടിൽ ഇരിക്കാം, പക്ഷേ ഇൻഡക്ടർ കറന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് അപകടകരമാംവിധം ബാറ്ററി ഷോർട്ട് ചെയ്യുന്നതിന് അടുത്താണ്. അത് വളരെ പെട്ടെന്ന് തന്നെ സ്വയം വറ്റിപ്പോകും.
നമ്മൾ നേരെ വിപരീതമായി സ്വിച്ച് സ്ഥാനത്ത് വെച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമാകും. മുമ്പത്തെ ആന്തോളന സജ്ജീകരണം പോലെ സർക്യൂട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക മാത്രമല്ല, യഥാർത്ഥത്തിൽ വിപരീത ദിശയിൽ ചാർജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ചോദ്യം, ഈ രണ്ട് തീവ്രതകളും എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് ആവശ്യമുള്ളിടത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ നിലനിർത്താം എന്നതാണ്. എന്റെ ആദ്യത്തെ ചിന്ത, ഇൻഡക്ടർ എയിൽ നിന്നും ബിയിൽ നിന്നും താൽക്കാലികമായി വിച്ഛേദിക്കപ്പെടുന്നതിന് 3 സ്ഥാന സ്വിച്ച് ഉപയോഗിക്കാം എന്നതായിരുന്നു. അടിസ്ഥാനപരമായി ഊർജം ഒഴുകാത്ത ഒരു ന്യൂട്രൽ സ്ഥാനം. എന്നാൽ അതിലും ലളിതവും മികച്ചതുമായ ഒരു പരിഹാരമുണ്ട്. ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും ഇടയിൽ നമുക്ക് ഒരു ഡയോഡ് സ്ഥാപിക്കാം. അങ്ങനെ കപ്പാസിറ്ററിലേക്ക് കറന്റ് പ്രവഹിക്കാം, പക്ഷേ അതിൽ നിന്ന് തിരികെ വരില്ല. ഡയോഡ് ഒരു വൺ വേ വാൽവ് പോലെ പ്രവർത്തിക്കുന്നു. ഇൻഡക്ടറിലൂടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത് തടയുന്നു. ആ ഡയോഡ് ചേർത്തു കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് ഇൻഡക്ടറിനെ ബന്ധിപ്പിക്കുകയും വിച്ഛേദിക്കുകയും ചെയ്യുന്ന ഒരു സിംഗിൾ സ്വിച്ചിലേക്ക് നമുക്ക് 2-വേ സ്വിച്ചിനെ ലളിതമാക്കാൻ പോലും കഴിയും. ബാക്കിയുള്ളവ ഡയോഡ് പരിപാലിക്കുന്നു, ശരിയായ ദിശയിലേക്ക് ഊർജം സ്വയമേവ റൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് ഏതാണ്ട് പൂർണ്ണമായ ഒരു ബൂസ്റ്റ് കൺവെർട്ടർ സർക്യൂട്ട് ലഭിച്ചു. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ഇൻഡക്ടർ ഊർജം സംഭരിക്കാൻ തുടങ്ങുന്നു. അത് അതിന്റെ കാന്തിക ക്ഷേത്രം വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന നിമിഷം സംഭരിച്ചിരിക്കുന്ന ആ ഊർജം എവിടെയോ പോകണം. അതിനാൽ അത് ഡയോഡിലൂടെയും കപ്പാസിറ്ററിലേക്കും കറന്റ് തള്ളുകയും അത് ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ആ സ്വിച്ചിംഗ് സൈക്കിൾ ആവർത്തിക്കുക. കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് തുറന്നിടാം. കപ്പാസിറ്റർ ഇൻഡക്ടറിലേക്ക് തിരികെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഡയോഡ് തടയുന്നു. സ്വിച്ച് തുറന്നിരിക്കുന്നതിനാൽ ഇൻഡക്ടറിന് അതിന്റെ കറന്റ് കൂടുതൽ റാമ്പ് ചെയ്യാൻ കഴിയില്ല. നേരത്തെ നമ്മൾ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് കപ്പാസിറ്ററുമായി സമാന്തരമായി നമുക്ക് ആവശ്യമുള്ള ഏത് ലോഡും ബന്ധിപ്പിക്കാൻ കഴിയും. കൂടാതെ കപ്പാസിറ്റർ അതിനെ പവർ ചെയ്യുന്ന ഉറവിടമായി മാറുന്നു. ലോഡ് കറന്റ് വലിച്ചെടുക്കുമ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് സ്വാഭാവികമായി കുറയാൻ തുടങ്ങും. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ സ്വിച്ചിംഗ് പുനരാരംഭിക്കുകയും ഇൻപുട്ട് വശത്ത് നിന്ന് അത് തിരികെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ലോഡ് ഊർജം പുറത്തെടുക്കുമ്പോൾ ഇൻഡക്ടർ ദ്രുത സ്വിച്ചിംഗിലൂടെ കപ്പാസിറ്ററിനെ തിരികെ മുകളിലേക്ക് ഉയർത്തുന്നു. രണ്ടും ഒരേ സമയം സംഭവിക്കുന്നു. അതിനാൽ ലോഡിലുടനീളമുള്ള വോൾട്ടേജ് ഏതാണ്ട് സ്ഥിരമായി തുടരുന്നു. ഇത് മനോഹരമായി ബുദ്ധിപരമായ ഒരു സജ്ജീകരണമാണ്. സ്വിച്ച് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഒരു നിർണായക ഭാഗമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ കാണാൻ എളുപ്പമാണ്. യഥാർത്ഥ ഹാർഡ്വെയറിൽ ആ സ്വിച്ചിംഗ് ഒരു മോസ്ഫെറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു കൺട്രോളർ ഐസിക്കുള്ളിലെ ഒരു സംയോജിത സ്വിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു PWM കൺട്രോളർ ആ മോസ്ഫെറ്റ് സെക്കൻഡിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് തവണ ഓണും ഓഫും ചെയ്യുന്നു. ഇനി നമുക്ക് ഗണിതത്തിലേക്ക് പോകാം. ഈ സർക്യൂട്ട് പരിശോധിച്ച് ഇൻപുട്ട് വോൾട്ടേജിലും ഔട്ട്പുട്ട് വോൾട്ടേജിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ലോഡ് കപ്പാസിറ്ററിൽ നിന്ന് നിരന്തരം ഊർജം വലിച്ചെടുക്കുന്നു. ഇൻഡക്ടർ സ്വിച്ചിംഗ് വഴി അതിലേക്ക് നിരന്തരം ഊർജം തിരികെ നൽകുന്നു. ആ രണ്ട് പ്രവാഹങ്ങളും സന്തുലിതമാകുമ്പോൾ കൺവെർട്ടർ സ്ഥിരമായ അവസ്ഥയിലെത്തുന്നു. ആ സ്ഥിരമായ അവസ്ഥയിൽ ഒരൊറ്റ സ്വിച്ചിംഗ് സൈക്കിളിനുള്ളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ കുറച്ചേ മാറുന്നുള്ളൂ. അതിനാൽ തരംഗരൂപങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഫലപ്രദമായി സ്ഥിരമായി കണക്കാക്കാം. ഇപ്പോൾ സ്വിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. സൈക്കിളിന്റെ ഒരു ഭാഗം സ്വിച്ച് ഓൺ ആണ്, സൈക്കിളിന്റെ ഒരു ഭാഗം അത് ഓഫാണ്. ഒരു പൂർണ്ണ ഓൺ ഓഫ് സീക്വൻസ് ആണ് സ്വിച്ചിംഗ് പീരീഡ്. ഓൺ ടൈമിന്റെ ആ മൊത്തം പീരീഡുമായുള്ള അനുപാതം ഡ്യൂട്ടി സൈക്കിൾ ആണ്. ഡ്യൂട്ടി സൈക്കിൾ നിർവചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ടൈമും ഓഫ് ടൈമും നേരിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും. ഒരു നിമിഷത്തിനുള്ളിൽ നമുക്ക് ആ എക്സ്പ്രഷനുകൾ ഉപയോഗിക്കാം. അതിനാൽ അവ മനസ്സിൽ വെക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് കറന്റുകൾ സ്ഥിരമായി കണക്കാക്കുമ്പോൾ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ഇടവേളകളിൽ ഇൻഡക്ടറിലുടനീളം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യം സ്വിച്ച് ഓൺ കേസ്. സ്വിച്ച് അടയ്ക്കുമ്പോൾ വൈദ്യുതി വിതരണവും ഇൻഡക്ടറും ഒരു ലളിതമായ സീരീസ് ലൂപ്പ് ഉണ്ടാക്കുന്നു. അതിനാൽ ഇൻഡക്ടർ Vn തുല്യമായ ഒരു വോൾട്ടേജ് കാണുന്നു. ഇൻഡക്ടറിന്റെ വോൾട്ടേജ് കറന്റ് നിയമത്തിൽ ഒരു സ്ഥിരമായ പോസിറ്റീവ് വോൾട്ടേജ്, എന്നാൽ കറന്റ് ഒരു സ്ഥിരമായ രേഖീയ നിരക്കിൽ മുകളിലേക്ക് ചാടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ ഇൻഡക്ടർ കറന്റ് ഇതുപോലെ ഒരു നേർരേഖയിൽ ഉയരുന്നു. ഇപ്പോൾ സ്വിച്ച് തുറന്നിരിക്കുന്ന സ്വിച്ച് ഓഫ് കേസ് ഇപ്പോൾ സപ്ലൈയിലൂടെയും ഇൻഡക്ടറിലൂടെയും ഡയോഡിലൂടെയും കപ്പാസിറ്ററിലൂടെയും കടന്നുപോകുന്നു. ലളിതയ്ക്കായി നമ്മൾ ഡയോഡ് ഡ്രോപ്പ് അവഗണിച്ചാൽ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് Vin-Vout ആയി മാറുന്നു. ഒരു ബൂസ്റ്റ് കൺവെർട്ടറിൽ Vout Vനേക്കാൾ വലുതായതിനാൽ ആ വോൾട്ടേജ് നെഗറ്റീവ് ആണ്. വീണ്ടും ഇൻഡക്ടർ ബന്ധത്തിൽ നിന്ന് ഒരു സ്ഥിരമായ നെഗറ്റീവ് വോൾട്ടേജ്, എന്നാൽ കറന്റ് ഒരു സ്ഥിരമായ രേഖീയ നിരക്കിൽ താഴേക്ക് ചാടുന്നു എന്നാണ്. അതിനാൽ ഇൻഡക്ടർ കറന്റ് ഇപ്പോൾ ഇതുപോലെ ഒരു നേർരേഖയിൽ വീഴുന്നു.
അതിനാൽ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ഒരു ലളിതമായ ചതുര തരംഗവും സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ വിനേക്കാൾ വി ഔട്ട് ആയി കാണപ്പെടുന്നു. ആ ചതുര തരംഗ വോൾട്ടേജ് ഇൻഡക്ടറിൽ ഒരു ത്രികോണാകൃതിയിലുള്ള കറന്റ് തരംഗരൂപം സൃഷ്ടിക്കുന്നു. ഇതാ ഒരു നിർണായകമായ സ്ഥിരമായ അവസ്ഥ ആവശ്യകത. ഇൻഡക്ടർ ഓരോ സ്വിച്ചിംഗ് സൈക്കിളും ഒരേ കറന്റിൽ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും വേണം. ഇൻഡക്ടർ ഓരോ ചക്രവും അത് ആരംഭിച്ച അതേ വൈദ്യുതധാരയിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കാലക്രമേണ ആ പൊരുത്തക്കേട് വർദ്ധിക്കുന്നു. ശരാശരി ഇൻഡക്ടർ കറന്റ് 0-ലേക്ക് നീങ്ങുകയോ വളരെ വലിയ മൂല്യത്തിലേക്ക് ഉയരുകയോ ചെയ്യും. ഔട്ട്പുട്ട് വോൾട്ടേജ് തകരുകയോ ഓടിപ്പോകുകയോ ചെയ്യുമ്പോൾ പതുക്കെ നീങ്ങും. അതിനാൽ ഒരു പൂർണ്ണ സ്വിച്ചിംഗ് സൈക്കിളിൽ ഈ അവസ്ഥ അത്യന്താപേക്ഷിതമാണ്, അതായത് കറന്റ് ഡെൽറ്റയിലെ മാറ്റം 0 ആയിരിക്കണം. ഇപ്പോൾ ഇൻഡക്ടറിന്റെ വി ബന്ധം മനസ്സിൽ വയ്ക്കുക. എൽയിലുടനീളമുള്ള വോൾട്ടേജ് dt പ്രകാരം LDന് തുല്യമാണ്. ഇൻഡക്ടർ കറന്റിന്റെ ചരിവ് പൂർണ്ണമായും അതിലെ വോൾട്ടേജ് ആണ് സജ്ജമാക്കുന്നത്. സ്വിച്ചിംഗ് കാലയളവ് T ആയിരിക്കട്ടെ. സ്ഥിരമായ അവസ്ഥയിൽ ആ കാലയളവിലെ ഇൻഡക്ടർ കറന്റിലെ ആകെ മാറ്റം 0 ആണ്. കറന്റിലെ മൊത്തം മാറ്റം 0 ആണെങ്കിൽ അതേ കാലയളവിലെ ഇൻഡക്ടറിലുടനീളമുള്ള ശരാശരി വോൾട്ടേജും 0 ആയിരിക്കണം. അത് ഓർമ്മിക്കരുത്, യുക്തി പിന്തുടരുക. കറന്റിലെ സീറോ നെറ്റ് ചേഞ്ച് എന്നാൽ എല്ലുടനീളമുള്ള 0 ശരാശരി വോൾട്ടേജ് എന്നാണ്. അതിനാൽ ഓൺ ടൈമിലെ പോസിറ്റീവ് വോൾട്ടേജും ഓഫ് ടൈമിലെ നെഗറ്റീവ് വോൾട്ടേജും റദ്ദാക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ലഭിച്ച ഡ്യൂട്ടി സൈക്കിൾ എക്സ്പ്രഷനുകൾ ഉപയോഗിച്ച് ടി ഓൺ, ടി ഓഫ് എന്നിവ മാറ്റിസ്ഥാപിക്കുന്നു. ലളിതമാക്കിയ ശേഷം നമുക്ക് ക്ലാസിക് ബൂസ്റ്റ് കൺവെർട്ടർ ഫലത്തിൽ എത്തിച്ചേരാം. വിന് മുകളിലുള്ള V1/1 USD ആണ്. ഡ്യൂട്ടി സൈക്കിൾ D എപ്പോഴും 0-ത്തേക്കാൾ വലുതും 1-ൽ കുറവുമാണെന്ന് ഓർമ്മിക്കുക. ഈ സമവാക്യം നമുക്ക് ശക്തമായ എന്തോ പറയുന്നു. ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു സ്വിച്ചിംഗ് സൈക്കിളിൽ ഔട്ട്പുട്ട് വളരെ കുറച്ച് മാത്രമേ നീങ്ങുന്നുള്ളൂവെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ നേരിട്ട് ബൂസ്റ്റ് അനുപാതം സജ്ജമാക്കുന്നു. എന്നാൽ യഥാർത്ഥ ഹാർഡ്വെയർ ഒരിക്കലും പൂർണ്ണമല്ല. ഘടക പരിധികൾ, നഷ്ടങ്ങൾ, കറന്റ് നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം വോൾട്ടേജ് എത്രത്തോളം ഉയർത്താൻ കഴിയുമെന്നതിൽ പ്രായോഗിക പരിധികൾ സ്ഥാപിക്കുന്നു. ഈ വീഡിയോ ഇതിനകം തന്നെ വളരെക്കാലം പ്രവർത്തിക്കുന്നു. അതിനാൽ